ഹല്ലേലൂയ. സ്തോത്രം അപ്പാ. യേശുവിന്റെ രക്തത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം 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 മഹത്വം. യേശുവേ നിനക്ക് സ്തോത്രം അപ്പാ. സ്തോത്രം കർത്താവിന് മഹത്വം മഹത്വം. യേശുവിന്റെ രക്തത്താൽ കർത്താവേ നിനക്ക് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം മഹത്വം മഹത്വം. കർത്താവേ നിനക്ക് സ്തോത്രം അപ്പാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനവുമായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ചെയ്യേണ്ടുന്ന മെസ്സേജാണിത്. എന്നാൽ ഇന്നലെയൊക്കെയും വളരെ മഴയുടെ വലിയ പ്രശ്നമായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ ചെയ്യാൻ കഴിയാതെ പോയത്. എന്നാൽ ഇന്ന് പ്രകൃതി ഒരല്പം കുഴപ്പമില്ലാതെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തുവന്നത്. എങ്കിലും നമുക്ക് പ്രാർത്ഥനയുടെ കൂടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവെല്ലാം പ്രിയപ്പെട്ടവരെ ഒരുപോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിച്ചു മാനിക്കുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു വചന ശുശ്രൂഷയ്ക്കുണ്ടാകുന്ന സന്ദർഭത്തെ ഒരുക്കി തന്ന പ്രിയ സാജുബദ്ധനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ, സൗണ്ട് ക്ലിയർ ആണോ എന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ കർത്താവേ എനിക്ക് സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. സൗണ്ട് കേൾക്കാമോ? സൗണ്ടിൽ കുഴപ്പമുണ്ടോ? കേൾക്കാമോ? ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം മഹത്വം മഹത്വം. യേശുവേ എനിക്ക് സ്തോത്രം അപ്പാ. സ്തോത്രം അപ്പാ. യേശുവേ എനിക്ക് സ്തോത്രം. ഓക്കെ ആണല്ലോ? ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് അനൗൺസ്മെൻ്റ് ഒന്നും തന്നെ ഇല്ല. വചന ശുശ്രൂഷ ഉണ്ടെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എത്ര പേര് വരുമെന്നൊന്നും നമുക്കറിയില്ലെങ്കിലും കുഴപ്പമില്ല. ഉള്ളവർ നമുക്ക് പ്രാർത്ഥനയുടെ കൂടെ ആയിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. അതിനോടൊപ്പത്ത് നമുക്ക് ഒരു കന്നഡ ഗാനത്തിൻ്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാൻ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்களை அன்போடு அழைக்கிறேன். பிரியமானவர்களே, ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். எத்தனை பேர் ஆயத்தமாக இருக்கிறீர்கள்? அவருடைய களச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாகி உண்டு. பிரியமானவர்களே, ஆனபடினால் ஒவ்வொரு விடவும் அவருடைய வருகைக்காக ஆயத்தமாயிருங்கள். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. நான் ஒரு கன்னட சாங் ஒன்று பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். பிரைஸ் தி லார்ட். ஹல்லேலூயா. ಆರಾಧನೆ ಬಿಚ್ಚದಂತ ಬೆಂದನವಿಲ್ಲ, ಸ್ತುತಿಯಲ್ಲಿ ಬೀಳದಂತ ಕೋಟೆ ಇಲ್ಲ. ಆರಾಧನೆ ಬಿಚ್ಚದಂತ ಬೆಂದನವಿಲ್ಲ, ಸ್ತುತಿಯಲ್ಲಿ ಬೀಳದಂತ ಕೋಟೆ ಇಲ್ಲ. ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಆಗದಂತ ಕಾರ್ಯಮಿಲ್ಲ, ನೀ ನಂಬಿದರೆ ನಡೆಯದು ಅದ್ಭುತಮಿಲ್ಲ. ಆರಾಧನೆ ಬಿಚ್ಚದಂತ ಬೆಂದನವಿಲ್ಲ, ಸ್ತುತಿಯಲ್ಲಿ ಬೀಳದಂತ ಕೋಟೆ ಇಲ್ಲ. ಬೇರೆ ಯಾರೇ ನೊರೆಯುಡು, ಹೊಕ್ಕಿಡಾರೆ ಸಿಕ್ಕುಡು, ತಟ್ಟಿದಾರೆ ತೆರೆಯುಡು ಮುಚ್ಚಲ್ಪಟ್ಟ ಬಾಗಿಲು. ಬೇರೆ ಯಾರೇ ನೊರೆಯುಡು, ಹೊಕ್ಕಿಡಾರೆ ಸಿಕ್ಕುಡು, ತಟ್ಟಿದಾರೆ ತೆರೆಯುಡು ಮುಚ್ಚಲ್ಪಟ್ಟ ಬಾಗಿಲು. ಆರಾಧನೆ ಬಿಚ್ಚದಂತ ಬೆಂದನವಿಲ್ಲ, ಸ್ತುತಿಯಲ್ಲಿ ಬೀಳದಂತ ಕೋಟೆ ಇಲ್ಲ. ಆರಾಧನೆ ಬಿಚ್ಚದಂತ ಬೆಂದನವಿಲ್ಲ, ಸ್ತುತಿಯಲ್ಲಿ ಬೀಳದಂತ ಕೋಟೆ ಇಲ್ಲ. ಅಬ್ರಹಾಮನು ದೇವರಲ್ಲಿ ನಂಬಿಕೆ ಇಟ್ಟಾದ, ಪಾರಂಪರ್ಯ ಬಂಧನವೆಲ್ಲ ಮೋರಿಡುವೀಡು. ಅಬ್ರಹಾಮನು ದೇವರಲ್ಲಿ ನಂಬಿಕೆ ಇಟ್ಟಾದ, பாரம்பரிய பெந்தனவெல்லாம் மோரிடுவீடு. இஸ்ரேல் மக்கள் ஆர்ப்பிட்டிசி ஆராதித்தார்கள்.
ആരാധിസ്തര എരികോ കോട്ടை മുറിടുവിടു ഇസ്രയേൽ മക്കൾ അർപ്പിട്ടേസി ആരാധിസ്തര എരികോ കോട്ടை മുറിടുവിടു ಬೇರೆಯಾರೆ ಡೊರಿಯುಡು ಹೊಕ್ಕಿಡಾರೆ ಸಿಕ್ಕುಡು ತಟ್ಟಿದಾರೆ ತೆರೆಯುಡು ಮುಚ್ಚಲ್ಪಟ್ಟ ಬಾಗಿಲು ಬೇರೆಯಾರೆ ಡೊರಿಯುಡು ಹೊಕ್ಕಿಡಾರೆ ಸಿಕ್ಕುಡು ತಟ್ಟಿದಾರೆ ತೆರೆಯುಡು ಮುಚ್ಚಲ್ಪಟ್ಟ ಬಾಗಿಲು ಆರಾಧನೆ ಬಿಚ್ಚದಂತ ಬಂಧನವಿಲ್ಲ ಸ್ತುತಿಯಲ್ಲಿ ಬೀಳದಂತ ಕೋಟೆ ಇಲ್ಲ ಆರಾಧನೆ ಬಿಚ್ಚದಂತ ಬಂಧನವಿಲ್ಲ ಗ್ಲೋರಿ ಸ್ತುತಿಯಲ್ಲಿ ಬೀಳದಂತ ಕೋಟೆ ಇಲ್ಲ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಆಗದಂತ ಕಾರ್ಯಮಿಲ್ಲ ನೀ ನಂಬಿದ್ದಾರೆ ನಡೆಯದ ಅದ್ಭುತವಿಲ್ಲ ಆರಾಧನೆ ಬಿಚ್ಚದಂತ ಬಂಧನವಿಲ್ಲ ಸ್ತುತಿಯಲ್ಲಿ ಬೀಳದಂತ ಕೋಟೆ ಇಲ್ಲ ഹന്ന കണ്ണീരോട് പ്രാർത്ഥിച്ചാലു സാമുവേൽ ബാലകനನ್ನು ಕೊಟ್ಟನು ದೇವ ഹന്ന കണ്ണീരോട് പ്രാർത്ഥിച്ചാലു സാമുവേൽ ബാലകനನ್ನು ಕೊಟ್ಟನು ದೇವ ഏലിസാന ശിഷ്യന ബാലവരവും എണ്ണയിണ്ട തിരുവിട യഹോവ ദേവ ഏലിസാന ശിഷ്യന സലവരവ എണ്ണയിണ്ട തിരുവിട യഹോവ ദേവ ಬೇರೆಯಾರೆ ಡೊರಿಯುಡು ಹೊಕ್ಕಿಡಾರೆ ಸಿಕ್ಕುಡು ತಟ್ಟಿದಾರೆ ತೆರೆಯುಡು ಮುಚ್ಚಲ್ಪಟ್ಟ ಬಾಗಿಲು ಬೇರೆಯಾರೆ ಡೊರಿಯುಡು ಹೊಕ್ಕಿಡಾರೆ ಸಿಕ್ಕುಡು ತಕ್ಕಿದಾರೆ ತೆರೆಯುಡು ಮುಚ್ಚಲ್ಪಟ್ಟ ಬಾಗಿಲು ಆರಾಧನೆ ಬಿಚ್ಚದಂತ ಬಂಧನವಿಲ್ಲ ಸ್ತುತಿಯಲ್ಲಿ ಬೀಳದಂತ ಕೋಟೆ ಇಲ್ಲ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಆಗದಂತ ಕಾರ್ಯಮಿಲ್ಲ ನೀ ನಂಬಿದ್ದಾರೆ ನಡೆಯದ ಅದ್ಭುತವಿಲ್ಲ ಆರಾಧನೆ ಬಿಚ್ಚದಂತ ಬಂಧನವಿಲ್ಲ ಸ್ತುತಿಯಲ್ಲಿ ಬೀಳದಂತ ಕೋಟೆ ಇಲ್ಲ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಆಗದಂತ ಕಾರ್ಯಮಿಲ್ಲ ನೀ ನಂಬಿದ್ದಾರೆ ನಡೆಯದ അത്ഭുതമില്ല പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എല്ലാ പ്രിയപ്പെട്ടവരെ ഇരിക്കുന്ന ഇടത്ത് നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം 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 മഹാപരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദൈവമേ കർത്താവേ അപ്പ ഈ വൈകിയ വേളയിൽ അപ്പച്ച അങ്ങയുടെ പൊന്നുപാദപടത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ വചനം അങ്ങയുടേത് വചനത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിന് മുൻപിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആരെങ്കിലും നിരാശരായി ദുഃഖിതരായി വേദനയോടുകൂടെ ഭാരത്തോടുകൂടെ ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നു എങ്കിൽ അപ്പൻ്റെ വലിയ സ്നേഹവും കരുതലും ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ഉണ്ടാവട്ടെ ഹൃദയങ്ങളോട് കർത്താവ് ഇടപെട്ടാട്ടെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തിയാൽ എല്ലാവരെയും കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിയനെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയണം രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ അപ്പ സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ 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 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവിൽ പ്രിയം വെച്ച ദൈവമക്കളെ ഇന്ന് അല്പനിമിഷവും തിരുവചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കാരണം ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തുവന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ് കാരണം 3 ദിവസത്തേക്ക് തമിഴ്നാട് മുഴുവൻ മഴയാണെന്നാണ് ന്യൂസിലുള്ളത് ഇന്നലെയൊക്കെ അതിശക്തമായ മഴയും ഇടിയും ഒക്കെ ആയിരുന്നല്ലോ എന്നാൽ ഇന്നും രാവിലെ സമയം മുതൽ വലിയൊരു വല്ലാത്ത ഒരു അന്തരീക്ഷം ക്ലൈമറ്റൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിലും അല്പനിമിഷം ദൈവം നമുക്ക് വേണ്ടി ഒരു നല്ല സമയത്തെ സന്ദർഭത്തെ കർത്താവ് ഒരുക്കി തന്നിരിക്കുകയാണ് ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ ഹല്ലേലൂയ അല്പനിമിഷം നമുക്ക് വചനത്തിലേക്ക് കടക്കാം പ്രാർത്ഥനയോടുകൂടെ ദൈവമക്കൾ ആയിരിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് അല്പനിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഉത്തരം അരുളുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പലപ്പോഴും എൻ്റെ പ്രിയരെ നാം എല്ലാവരും അതായത് സകല മനുഷ്യരും ദൈവത്തിൽ നിന്നും ഉത്തരം പ്രതീക്ഷിക്കുന്നവരാണ് അല്ലെ
അല്ലെങ്കിൽ മറുപടി പ്രതീക്ഷിക്കുന്നവരാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചതിന് ശേഷം മറുപടിക്ക് വേണ്ടി കാത്തിരിക്കാറേ ഇല്ല. അതിനു മുൻപായി എന്റെ കർത്താവ് എനിക്ക് മറുപടി തന്നില്ലല്ലോ എന്ന് പരിഭവം പറയുന്നവരും ഒക്കെയാ അല്ലെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ കർത്താവ് തക്ക സമയത്ത് ഉത്തരമരുളുന്ന ദൈവം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസമുള്ള ദൈവജനം, പ്രത്യാശയുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർമ്മേലിന്റെ കൊടുമുടിയിൽ തീ കൊണ്ട് ഉത്തരമരുളിയ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെങ്കടലിന്റെ തീരത്ത് മഹാ അത്ഭുതം കൊണ്ട് ഉത്തരമരുളിയവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എരിഹോവിന്റെ വൻ മതിലുകൾ ദൈവത്തിന്റെ ഭൂകമ്പത്താൽ ഉത്തരമരുളിയ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പെന്തക്കോസ്ത് നാളിൽ മാളിക മുറിയൽ ഹല്ലേലൂയ അഗ്നിനാവാൽ അവരുടെ നടുവിൽ നിന്ന് ഉത്തരമരുളിയ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മേഘത്തിന്റെ മറവിൽ വിരിയപ്പെട്ട ചിറകളുടെ നടുവിൽ ഉത്തരമരുളുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ തേജസ്സുകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഉത്തരമരുളുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. കൃപാസനത്തിൽ നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് മറുപടി നൽകുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലെ, ഹല്ലേലൂയ, നിന്റെ വിഷയത്തിനും കർത്താവ് ഉത്തരമരുളുവാൻ ഹല്ലേലൂയ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ നടുവിൽ കർത്താവിന്റെ വലിയൊരു സാന്നിധ്യം ഇപ്പോൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് അല്പനിമിഷം വചനത്തിലേക്ക് നമുക്ക് കിടക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പ്രിയ ദൈവമക്കളെ, കർത്താവ് ഉത്തരം പറഞ്ഞതാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവും ശിഷ്യഗണങ്ങളും അല്ലെങ്കിൽ ശിഷ്യഗണവും ഫിലിപ്പിന്റെ കൈസരിയിൽ എത്തി എന്നാണ് ഇവിടെ വായിക്കുന്നത്. അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ പ്രിയ ദൈവമക്കളെ, റോമ ഭരിക്കുന്നത് സീസർമാരാണ്. ഹല്ലേലൂയ. സീസർ എന്ന് പറഞ്ഞാൽ കൈസർ എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ഗവർണർ അപ്പോൾ ഉണ്ടായിരുന്നത് ഫിലിപ്പായിരുന്നു എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ഒരു ചോദ്യം ചോദിച്ചു. ജനമെല്ലാം എന്നെ ആര് എന്നാണ് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ പറഞ്ഞു തുടങ്ങിയത് ചിലർ യോഹന്നാൻ സ്നാപകനെന്നും ചിലർ ഏലിയാവെന്നും ചിലർ പ്രവാചകനെന്നും ഇരമ്യാവ് എന്നും ഒക്കെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് അവരോട് ചോദിക്കുകയാണ്, അതിരിക്കട്ടെ, അത് ജനങ്ങളുടെ അഭിപ്രായം ആട്ടെ, നിങ്ങൾ എന്റെ സഹോദരങ്ങൾ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രൈസ് ദി ലോർഡ്. യേശു ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശിഷ്യന്മാരെല്ലാം സൈലന്റായി. വലിയ ബുദ്ധിശാലികൾ, ആരും മിണ്ടിയില്ല. എന്നാ പത്രോസ് മാത്രം മറുപടി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, പത്രോസ് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറയുകയാണ്. എന്നിട്ട് പത്രോസ് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? ലോകം പലതും പറയും. നീ ജോസഫിന്റെ മകനാ, നീ തച്ചനാ, ഹല്ലേലൂയ എന്നൊക്കെ, ആ മറിയത്തിന്റെ മകനാ എന്നൊക്കെ ലോകം പറഞ്ഞേക്കും. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു സത്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പത്രോസിനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ബെറയോനാ ശീമോനേ, ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് സ്വർഗത്തിലെ പിതാവത്രേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ പിതാവത്രേ. എന്നിട്ട് കർത്താവ് പിന്നെയും പത്രോസിനോട് പറയാം, നീ പത്രോസ് ആകുന്നു.
പത്രോസാകുന്നു നീ ഉറപ്പുള്ളവൻ. ഹല്ലേലൂയ. നീ പത്രോസാകുന്നു. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉറപ്പുള്ളവൻ എന്ന. ഹല്ലേലൂയ. നീ ഉറപ്പുള്ളവൻ. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. ഒരു പക്ഷേ യോഹന്നാനും യാക്കോബും യേശുവിനെ അനുഗമിച്ചതിന്റെ പിന്നിൽ ചിലപ്പോൾ ഒരുപക്ഷെ എന്റെ ഇമാജിനേഷൻ ആണ്, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. അനുഗമിച്ചതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാരണം ഉണ്ടായിരിക്കുമോ? ഇരുവരുടെയും അമ്മ യേശുവിന്റെ അമ്മയുടെ സഹോദരിയാണ്. ഇവർ പറയും ഞങ്ങളൊക്കെ കുടുംബക്കാരാണെന്ന് പറയും. അവരെന്ത് പറയും? ഞങ്ങളൊക്കെ കുടുംബക്കാരാണ്. അന്ത്രയോസ് തുടങ്ങിയവരുടെ ചരിത്രം പരിശോധിച്ചാൽ അവർക്ക് പറയുവാനുള്ളത് എന്താണെന്ന് അറിയാമോ? യോഹന്നാൻ സ്നാപകൻ, അതായത് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു. അതാ അവിടെ പറഞ്ഞു കൊടുക്കുന്ന എന്താ? യോഹന്നാൻ പറയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നു എന്ന യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്തിനാണ് നിങ്ങൾ യേശുവിനെ അനുഗമിച്ചത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഒരേ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ. ഇവർക്ക് ലഭിച്ച പരിജ്ഞാനം ഇതാ യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിനോട് തന്നെ നമുക്ക് ചോദിക്കാം, പത്രോസ് എങ്ങനെയാണ് യേശുവിനെ അനുഗമിച്ചത്? എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് ചോദിച്ചാൽ പത്രോസിന് പറയുവാൻ ഒരുപാടുണ്ടാകും. എന്നാൽ പത്രോസ് പറയും, രാത്രി മുഴുവൻ വല വീശിയിട്ടും ഒന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. തകർന്ന മനസ്സുമായി വല കഴുകി പടക് തീരത്തടിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു എന്റെ അരികിൽ വന്നു. ഹല്ലേലൂയ. യേശു എന്റെ അരികിൽ വന്നിട്ട് എന്റെ കർത്താവ് പറഞ്ഞെന്താണെന്ന് അറിയാമോ? അല്പം കൂടെ ഈ പടക് ആഴത്തിലേക്കൊന്ന് നീക്കിക്കൊണ്ടു പോകുവാൻ കർത്താവ് പറഞ്ഞിട്ട് അവിടെ അത്രയും പടകൾ കിടക്കുന്നു. പക്ഷേ യേശു എന്റെ പടകിൽ കയറിയിരുന്നു. യേശുവിന്റെ പടകിൽ കയറിയിരുന്നിട്ട് യേശു വചനത്തെ ഉപദേശിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആ സന്ദേശം ഞാൻ കേൾക്കുമ്പോൾ എന്റെ ഹൃദയം കത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ പ്രസംഗമൊക്കെ യേശു അവസാനിപ്പിച്ചിട്ട് യേശു അവിടെ വിട്ട് പോയില്ല. യേശു എന്നോട് പറഞ്ഞത്, രാത്രി മുഴുവനും മീൻ പിടിച്ചൊന്നും കിട്ടിയില്ല അല്ലേ? ഇങ്ങനെ നീ ഭവനത്തിലേക്ക് മടങ്ങിയാൽ നിന്റെ ഭവനം പട്ടിണിയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സാധാരണ പ്രിയ ദൈവമക്കളെ, കടൽ തണുക്കുമ്പോഴാണ് മത്സ്യം പൊങ്ങി വരുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ മത്സ്യങ്ങൾ ചൂടേറ്റ് താഴേക്ക് ഇറങ്ങുന്ന സമയത്താണ് യേശു പറയുന്നത്. എന്താ പറഞ്ഞത്? യേശു പറഞ്ഞത്, പടകിന്റെ വലതുപുറമായി വലയെ ഇറക്കുവാൻ, വലയെ വീശുവാനായിട്ട് കർത്താവ് കൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആമേൻ. എന്താണ് ഇവിടെ? പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു ഉപദേശമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറൽ അഡ്വൈസ് എന്ന് വേണം നമുക്ക് പറയുവാൻ കഴിയും. പ്രിയ ദൈവ പൈതലേ, പത്രോസിന് മനസ്സിലായി നിയമങ്ങൾക്കപ്പുറമായി എനിക്ക് വഴി തുറക്കുവാൻ ഹല്ലേലൂയ എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ദൈവത്തിന്റെ പുത്രൻ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, പത്രോസ് പറയുന്നു, എനിക്ക് നിന്നെ കുറിച്ച് ഒരു വെളിപ്പാടുണ്ട്. ആമേൻ. പത്രോസ് പറയുക, എനിക്ക് നിന്നെ കുറിച്ച് ഒരു വെളിപ്പാടുണ്ട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശു ഉടൻ പറയുക, ബറയോന ശീമോനേ, ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. എല്ലാവരും നിന്നെ കുറിച്ച് പറയും, നീ യോഹന്നാന്റെ മകനായ ശീമോനെന്ന് പറയും. പക്ഷേ അല്ലെങ്കിൽ നീ ആരാണെന്ന് അറിയണ്ടേ? കർത്താവ് പറയുക, നീ പത്രോസാകുന്നു, ഉറപ്പുള്ള മനുഷ്യൻ. ഗ്ലോറി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഉറപ്പുള്ള മനുഷ്യൻ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ദൈവജനം ഇരിക്കുന്ന കിടത്ത ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് വെളിപ്പാടുള്ളവർക്ക് സഭയെ കുറിച്ച് ഒരു വെളിപ്പാടുണ്ടാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, സഭ എന്ന് പറയുമ്പോൾ അതൊരു കെട്ടുപണിയാണ്. ഹല്ലേലൂയ. സഭ എന്ന് പറയുമ്പോൾ അതൊരു കെട്ടുപണിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, എന്താണ് എന്ന് നാം ചിന്തിക്കുവാൻ പോകുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. സഭ എന്ന് പറയുന്ന ദിനംതോറും വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. സഭ കെട്ടുപണിയാണ്, അത് പണിഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിന്റെ കുടുംബത്തെ പൊളിക്കുന്നതല്ല സഭ എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. തകർന്നു പോയ ദാമ്പത്യത്തെ, നിന്റെ വ്യക്തിത്വത്തെ പണിതെടുക്കുന്നതാണ് ദൈവത്തിന്റെ സഭ. ഒരിക്കലും സഭ സഭ മാറി നശിപ്പിക്കുന്നതല്ല, പൊളിച്ചു കളയുന്നതല്ല എന്നത് അറിഞ്ഞുകൊള്ളണം. കുഞ്ഞേ, നിന്റെ കുടുംബം, നിന്റെ ഭാവി, നിന്റെ സഭ ഇതെല്ലാം പണിയപ്പെടും. ഹല്ലേലൂയ. വിശ്വാസമുള്ള ദൈവജനം ഹല്ലേലൂയ ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്റെ തകർന്നു പോയ ആ മണ്ഡലങ്ങളെ നോക്കി ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്റെ ദൈവം പണിയുന്നവനാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നീ ഏത് സ്ഥാനത്ത്, നീ എവിടെ തകർന്നു പോയോ ആ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ, കർത്താവ് ഇന്ന് എന്നെ പണിയുവാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ കർത്താവിനെ പണിയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമുക്കറിയാം യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ വീട്ടിൽ ചെല്ലുമ്പോൾ നീ ഒരു കാഴ്ച കാണും. എന്താണെന്നറിയാമോ? മനുഷ്യൻ ചവിട്ടിക്കുഴച്ച ഇടത്ത് നിന്ന് മാനപാത്രമായി പ്രൈസ് ദി ലോർഡ് പണിതെടുക്കുന്ന ക്രൂസ് നീ കാണും. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ദൈവം നിന്നെ പണിയുകയാണ്. ഹല്ലേലൂയ. നിന്റെ ദൈവം നിന്നെ പണിയുകയാണ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന നാം വചനത്തിൽ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, അവൻ തള്ളപ്പെട്ട കല്ലുകളെ കർത്താവ് ചേർത്ത് വെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെ ചേർത്ത് വെക്കുന്ന ദൈവമാണ്. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക്, അപ്പന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പറഞ്ഞാട്ട്, ഒരു പക്ഷേ നീ നിന്റെ കുടുംബ ജീവിതത്തിൽ തകർന്നു പോയ അവസ്ഥയിലായിരിക്കാം, കുഞ്ഞുങ്ങളുടെ ജീവിതം തകർന്നു പോയ അവസ്ഥയായിരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയിൽ നിന്ന് നീ പുറക്കണിക്കപ്പെട്ട ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാവാം. കുഞ്ഞേ, കർത്താവ് നിന്നെ ചേർത്ത് വെക്കുന്ന ദൈവമാ. ആമേൻ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. യേശുവേ, ഹല്ലേലൂയ, എന്റെ തകർന്നു പോയ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണമേ എന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ കൃപ എന്റെ മേൽ വ്യാപരിക്കണമേ എന്ന് ഒന്ന് ഉറക്കെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, എഫെസ്യർ 2 ഇങ്ങനെ പറയുന്നു, അവൻ ആത്മാവിനാൽ ഒന്നിച്ച് പണിയുന്നു. ആത്മാവിനാൽ ഒന്നിച്ച് പണിയുന്നു. ആത്മാവ് നിന്നെ പണിയും. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് നിന്നെ പണിയും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, കഴിഞ്ഞ ആ മെസ്സേജിൽ നിങ്ങൾ കേട്ട് കാണും. പ്രൈസ് ദി ലോർഡ്. ഒരു എംപ്റ്റിയായ വീടിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എത്ര പേർ ആ വചനം കേട്ടുവെന്ന് എനിക്കറിയില്ല. പ്രിയ ദൈവ പൈതലേ, നിന്റെ ഭവനത്തെ നോക്കി പിശാച് അവകാശം പറയും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നിന്റെ ഭവനം കാലിയായിരുന്നാൽ, നിന്റെ ഭവനത്തിനകത്ത് അല്ലെങ്കിൽ മറ്റൊരുവൻ ഇരിക്കുവാൻ നീ ഇടം കൊടുത്താൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. പിശാച് അവിടെ കയറിയിരിക്കും. ആകയാൽ അതിന് നീ വഴി വെക്കരുത്. പിന്നെയോ, നിന്റെ വീട് മുഴുവൻ നിറയ്ക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി നിന്റെ ഭവനത്തിൽ നിറയ്ക്കുമ്പോഴാണ് അല്ലെങ്കിൽ ദൈവ പൈതലെ പിശാചാണ് അവൻ അവിടം വിട്ട് പോകുന്നത്. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ അല്ലെങ്കിൽ 120 പേരുടെ ഒരു സംഘം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുവല്ലോ. പ്രിയ ദൈവ പൈതലെ, അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ നടുവിലേക്ക് അഗ്നി നാവുകൾ
അവരുടെ ആ നടുവിലേക്ക് ഇറങ്ങി വന്നു. അവൻ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു എന്നാണ് നാം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിന്റെ ദുരാത്മ സേനകളോടും അത്രേ എന്ന് വചനം വ്യക്തമാക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ആകയാൽ ഹല്ലേലൂയ, ദൈവകൃപയെ നശിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവ പൈതലേ, കർത്താവ് നമ്മളോട് ഇടപെടട്ടെ. ഈ നാളുകളായി വചനത്തിന് മുൻപിൽ നമ്മളെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കുക. ആ കർത്താവിന്റെ ആ വലിയ മാറ്റമില്ലാത്ത ദയവും കൃപയും നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയുംപ്പാ? എന്റെ ഭവനത്തിനകത്തേക്ക് അപ്പൻ ഇറങ്ങി വരണം, എന്റെ ഹൃദയത്തിനകത്തേക്ക് കർത്താവ് ഇറങ്ങി വരണം. അവിടുത്തെ അഭിഷേകത്താൽ, അവിടുത്തെ കൃപയിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ദൈവ പൈതലേ. കർത്താവ് ഹല്ലേലൂയ ഇറങ്ങി വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വായിച്ച വേദഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണുന്നത്? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. കുഞ്ഞേ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയണമെങ്കിൽ നീ സ്വർഗരാജ്യത്തിന് അവകാശമുള്ള മകനാ, അവകാശമുള്ള മകളാ. ഹല്ലേലൂയ. ദൈവജനം മനസ്സിലായവർ ഒന്ന് ദൈവത്തെ സ്തുതിച്ചതടങ്ങ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിലേക്ക് നമ്മളിപ്പോ യാത്ര പോയിട്ട് ഭവനത്തിലേക്ക് നമ്മൾ വരികയാ. എന്നാൽ ആ വീട് തുറക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചാവി വേണം, അല്ലെ? കീ വേണം. ആ കീ ഇല്ല എങ്കിൽ നമുക്ക് ആ വീട് തുറക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അതേപോലെ എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അല്ലെങ്കിൽ ദൈവ മക്കളായിരിക്കുന്ന നമ്മുടെ കരങ്ങളിലേക്ക് കർത്താവിന് തരാൻ ഇഷ്ടമാണെങ്കിൽ എന്റെ പ്രിയരെ, എത്ര ഒരു വലിയ സന്തോഷമല്ലേ? കർത്താവ് പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു. അവകാശമുള്ളവർ ഹല്ലേലൂയ, എന്റെ കർത്താവേ, ഹല്ലേലൂയ, എന്റെ കരങ്ങളിലേക്ക് അത് തരണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? വചനത്തിന്റെ ഹല്ലേലൂയ മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഹല്ലേലൂയ, കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. വചനത്തിന്റെ താക്കോൽ നൽകണമെങ്കിൽ ആ വ്യക്തിയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ല എങ്കിൽ ഹല്ലേലൂയ, ദൈവ പൈതലെ, മന്ദിഭവിച്ച അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോലെ കുറിച്ച് ചിന്തിക്കാൻ എവിടെയാ നേരം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, നിന്റെ ജീവിത പങ്കാളി നിന്നെ സംശയിച്ച ഇടത്ത്, നിന്റെ മാതാപിതാക്കൾ നിന്നെ സംശയിച്ച ഇടത്ത്, അല്ലെങ്കിൽ നിന്നെ ഒതുക്കി തള്ളിയ ഇടത്ത്, ഹല്ലേലൂയ, ദൈവ പൈതലെ, സ്നേഹിതരൊക്കെ നിന്നെ സംശയിച്ച, നിന്നെ അല്ലെങ്കിൽ ഒരു നോട്ടപ്പുള്ളിയാക്കി വെച്ച സ്ഥാനത്ത് വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന, നിന്നെ വഴി നടത്തിയ ഒരു ദൈവമുണ്ട്. ഓ എന്റെ മകൻ, എന്റെ മകൾ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞേ, സഹോദരി, അല്ലെങ്കിൽ കർത്താവിന് നിന്റെ മേൽ വലിയ വിശ്വാസമാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് മാത്രമാ കർത്താവ് നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നത്. എത്ര പ്രാവശ്യം കർത്താവിനെ വെറുത്ത് പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ ഒരു ആവശ്യം നടക്കാതെ വരുമ്പോൾ എന്തെല്ലാമാ യേശു കർത്താവിനെ പിറുപിറുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കുഞ്ഞേ, അപ്പോഴും കർത്താവ് നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാ, നിന്നെ വിട്ടുവയ്ക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ ഇറങ്ങി വരുന്നൊരു കർത്താവിനെ ഇവിടെ കാണുവാൻ കഴിയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഒരു വ്യക്തിക്ക് ലഭിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ എന്താണെന്നറിയാം? വചനം പറയുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ കെട്ടപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക ദൈവ പൈതലേ, സ്വർഗത്തിൽ ഇല്ലാത്തത് നമ്മുടെ ജീവിതത്തിലും വേണ്ട, അല്ലെ? സ്വർഗത്തിൽ ഇല്ലാത്തത് നമ്മുടെ ഭവനത്തിലും വേണ്ട. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ആമേൻ കുറഞ്ഞു പോകുന്നല്ലോ. എന്താണ്? വിശ്വാസമില്ലയോ ദൈവ പൈതലേ? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കരങ്ങളിലേക്ക് തരാൻ പോകുക. നിങ്ങളെ വിശ്വസിച്ച് കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് വരിക. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, സ്വർഗത്തിൽ ചില നല്ല അനുഭവങ്ങളാണ്. ആമേൻ. നമ്മളിപ്പോ അനുഭവിക്കുന്ന അനുഭവങ്ങളൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗത്തിൽ ഇല്ലാത്തത് നമുക്കും വേണ്ട. എന്താ സ്വർഗത്തിൽ ഇല്ലാത്തത്? ഞാൻ പറയട്ടെ. അസൂയ, കരച്ചിൽ, പല്ലുകടി, ശാപം, നിരാശ,
ഇതൊന്നും സ്വർഗത്തിലില്ല. മാത്രമല്ല ക്യാൻസർ, ട്യൂമർ കട്ടി, ഇതൊന്നും സ്വർഗത്തിലില്ല പ്രിയരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാത്രമാണോ? അതുകൊണ്ട് തീർന്നോ? കടബാധ്യതകൾ സ്വർഗത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. പിന്നെന്താണ് ദൈവമക്കളെ? നീതിയും സമാധാനവും, ആമേൻ, സന്തോഷവും അത്രേ എന്ന് വചനം വ്യക്തമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ ഇഷ്ടം, ആമേൻ, ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവമക്കളെ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്? അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ദൈവം എന്ത് ചെയ്തറിയാമോ? താക്കോൽ നമ്മുടെ കരങ്ങളിൽ തരും. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ദൈവം നമ്മുടെ കയ്യിൽ തരും. ആമേൻ, ഹല്ലേലൂയ. പലരുടെയും ജീവിതത്തിൽ ആമേൻ നഷ്ടങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ എന്താ പറയുന്നറിയാമോ? വളരെ കഷ്ടത്തിൽ ഞെരുക്കത്തിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലർ പറയാറുണ്ട്, ദൈവത്തിന് ഇഷ്ടം അങ്ങ് നടക്കട്ടെ. പിന്നെ നീ കഷ്ടപ്പെടുമ്പോൾ നീ ദുഃഖത്തിലായിരിക്കുന്നത് കാണുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ? ഹല്ലേലൂയ. അതാണോ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. പലരും അങ്ങനെ പറയാറുണ്ട്. ദുഃഖം വരുമ്പോൾ ഇങ്ങനെ കർത്താവിന് കൈ കിട്ടിയ പൊരിച്ചെടുത്ത് കളി, അങ്ങനത്തെ ഒരു ഇതിലായിരിക്കുന്നത്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമാ, ദൈവത്തിന് ഇഷ്ടം പോലെ അങ്ങനെ നടക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, അതല്ല ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്ന. പിന്നെ എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? റോമാലേഖനത്തിലേക്ക് വരുമ്പോ 12-ാം അധ്യായത്തിൽ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവത്തിന്റെ ഹിതം എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുമാണ് ദൈവമക്കളെ ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ ഒരു തിന്മയും എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞേ, അല്ലെങ്കിൽ ഈ ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ കഷ്ടത്തെ കണ്ട് രസിക്കുന്നവനല്ല എന്റെ കർത്താവ്. നീ ദുഃഖിക്കുന്നത് കാണാനല്ല എന്റെ കർത്താവ് ഇരിക്കുന്നത്. പിന്നെയോ നിന്റെ ദുഃഖം എന്താണെന്ന്, നിന്റെ പ്രയാസ പ്രതികൂല മേഖല എന്താണെന്ന് അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് നിന്നെ ആ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്നവനായി എന്റെ കർത്താവ്. ആമേൻ പറഞ്ഞാട്ട് ദൈവജനമേ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് ഹാഗറിനെ പുറത്താക്കിയല്ലേ? ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനും അത് തന്നെയായിരുന്നു ഇഷ്ടം. കാരണം വാഗ്ദത്ത സന്തതി ഭവനത്തിൽ വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഇസ്മായേൽ അവിടെ ഇരിക്കാൻ പാടില്ല എന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവ മക്കളെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഹാഗറിനെ ആ ഭവനത്തിൽ നിന്ന് പുറത്താക്കി. ഹല്ലേലൂയ. ഹാഗർ നേരെ മരുഭൂമിയിലേക്കാ പോയത്. അവൾ ആ മരുഭൂമിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളുടെ കുട്ടിയെ കൊണ്ടുവന്നൊരു കുറെ ദൂരം കൊണ്ടുവന്ന് കിടത്തിയിട്ട്, ഹല്ലേലൂയ, കുട്ടിയുടെ മരണം കാണുവാൻ വയ്യാതെ അവൾ ദൂരം മാറി നിൽക്കുകയാ. അവളും നിലവിളിക്കുകയാണ്, കുട്ടിയും നിലവിളിക്കുകയാ. കുട്ടിയുടെ കരച്ചിൽ സ്വർഗത്തിലെത്തി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും നോക്കണം, നമ്മുടെ അപ്പന്റെ ഒരു കരുതൽ നോക്കണമേ. ദൈവത്തിന്റെ ദൂതനെ അവിടെ പറഞ്ഞയക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവിടെ ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഹാഗറിന്റെ അരികിലേക്ക് ദൂതൻ ഇറങ്ങി വന്നിട്ട് ഹാഗറിനെ വിളിച്ചു, ഹാഗരേ, നീ നിലവിളിക്കുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. നീ നിലവിളിക്കുന്നത് എന്താ? കുട്ടി കിടക്കുന്നിടത്ത് ഒരു പുതിയ നീരുറവയെ ഞാൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവ പൈതലേ, നമ്മുടെ അപ്പൻ ഒരിക്കലും നമ്മൾക്ക് ദുഃഖിക്കുന്നതോ നമ്മുടെ വേദനയെ കണ്ട് കർത്താവ് മാറി നിൽക്കുന്ന ദൈവമല്ല. കണ്ണുനീരെ കണ്ടാൽ മറികടന്നു പോകുന്ന കർത്താവല്ല. നിന്ന മകനെ, മകളെ, നിനക്ക് എന്താണ് ആവശ്യം? നിന്റെ പ്രയാസം എന്താ? നീ ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നതെന്ന് ചോദിച്ച് അറിഞ്ഞ് നിന്റെ വിഷയത്തിന് മറുപടി തരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ആമേൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതായത് യേശു ഒരിക്കൽ ചോദിച്ചു, നിന്റെ മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? പ്രൈസ് ദി ലോർഡ്. പിന്നെ ചോദിച്ചു, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ആമേൻ, ഹല്ലേലൂയ. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഇല്ല അല്ലേ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. കൊടുക്കയിൽ ഒരിക്കലും കൊടുക്കത്തില്ല. അമ്മമാർക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ
വിശപ്പ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വേദന, എൻ്റെ മകൻ എന്തിനാണ് നിലവിളിക്കുന്നതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ തിരിച്ചറിയുന്ന ഒരു മാതാവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാതാവിന് അറിയാം. ആ കുഞ്ഞ് പറയണമെന്നേ ഇല്ല. ഒരു 4 വയസ്സോ 3 വയസ്സോ ഉള്ള കുഞ്ഞ് കരയുമ്പോൾ ആമേൻ ദൈവമക്കളെ ലോകം മുഴുവൻ ആ കുഞ്ഞിനെ തോളിൽ മേലിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞിനായിട്ട് ഓടിച്ച് അല്ലെ കരച്ചിൽ നിർത്താനായിട്ട് ശ്രമിക്കും. പക്ഷേ ആ കുഞ്ഞ് എന്തിനാണ് കരയുന്നതെന്ന് തിരിച്ചറിയുന്നത് ആ കുഞ്ഞിൻ്റെ മാതാവ് മാത്രമായിരിക്കും. ഇനി വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിനകത്ത് നീ നീറിപ്പുകയുന്ന വിഷയമായി നിൽക്കുന്നു എങ്കിൽ കർത്താവിന് ഹല്ലേലൂയ നിന്നെ അറിയാം. നിന്റെ ഹൃദയത്തിന്റെ ആഴം അറിയാം. നീ എന്തിനാണ് വേദനിക്കുന്ന അറിയാം. നീ ഭാരപ്പെടുന്ന വിഷയം എന്താണെന്ന് അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞേ, ഹല്ലേലൂയ, നീ പല രാത്രിയുടെ യാമങ്ങളിൽ ഹല്ലേലൂയ ഉറങ്ങുവാൻ കിടന്നാൽ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടന്ന രാത്രിയുടെ ദിനങ്ങളില്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖനിദ്രയില്ല, പക്ഷെ നിനക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. കാരണം എന്താ? നിന്റെ ഹൃദയത്തിനകത്ത് ആരോടും പറയുവാൻ കഴിയാത്ത തരത്തിലുള്ള വേദന വിങ്ങിപ്പൊട്ടുന്ന നിമിഷങ്ങൾ നിന്റെ മുൻപിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ ഭാരപ്പെടേണ്ട. സഹോദരി, നീ ഭാരപ്പെടേണ്ട. സഹോദരാ, നീ ഭാരപ്പെടേണ്ട. യേശു കർത്താവ് നിന്റെ കണ്ണുനീരെ ഒരു തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഏറ്റ വേളയിൽ തക്ക സമയത്ത് നിന്റെ വിഷയത്തിന് മറുപടി തരുവാൻ വേണ്ടിയാ. നിന്റെ വിഷയത്തിൽ കർത്താവ് ഇറങ്ങി വന്ന ഹല്ലേലൂയ നിന്റെ വിഷയത്തിന് മറുപടി തരാൻ വേണ്ടിയാ. ഹല്ലേലൂയ, നീ ഭാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു അല്ലെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിൽ ആ സ്വർഗ്ഗത്തിലെ അപ്പൻ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ നാളുകളായി ദൈവസന്നിധിയിൽ താണിരിക്കണം. നമ്മുടെ ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഇഷ്ടം പൂർണ്ണമാക്കണം. ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ സ്വർഗ്ഗരാജ്യത്തിൽ താക്കോൽ ദൈവം ആമേൻ ദൈവം തരാൻ പോകുക. ദൈവ മക്കളെ, ഹല്ലേലൂയ. ആകയാൽ അതെ പ്രിയരെ, വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടെ കഴിഞ്ഞ നാളുകളെക്കാൾ അധികമായി യേശു കർത്താവിനോട് പ്രാർത്ഥിക്കണം. അപ്പ ആ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്റെ കൈവശം വേണം, എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സമർപ്പണമുണ്ട്? ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഇവിടെ നമുക്ക് ഹല്ലേലൂയ, നമുക്ക് അടുത്തൊരു വാക്യം വായിക്കാം. ദൈവമക്കളെ, ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ ആയത്തിന്റെ 52-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. നമ്മൾ ആദ്യം കണ്ടത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഇവിടെ ഇപ്പോൾ അടുത്തതായിട്ട് മറ്റൊരു താക്കോലാണ്. ദൈവമക്കൾ, എന്താണത്? പരിജ്ഞാനത്തിന്റെ താക്കോൽ. ഇന്ന് പരിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ട് എത്ര കുടുംബങ്ങൾ തകർന്നു പോകുന്നു. പരിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ട് ദൈവമക്കളെ ഒരു നല്ലയിടത്തിൽ ജോലി പോലും ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം എന്താ? പരിജ്ഞാനക്കുറവ്. മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും പരിജ്ഞാനമില്ല. പ്രൈസ് ദി ലോർഡ്. ചില വ്യക്തികൾ അങ്ങനെയാ സംസാരിക്കുന്നത്. അങ്ങനെയാ എൻ്റെ പ്രിയരെ, വായ തുറന്നു പോയെങ്കിൽ ഹല്ലേലൂയ കെട്ട വർത്താനങ്ങൾ അല്ലെങ്കിൽ ചീത്ത വർത്താനങ്ങൾ കൂട്ടി സംസാരിക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പരിജ്ഞാനക്കുറവാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പരിജ്ഞാനക്കുറവാ. ആകയാൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവ വൈതലെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. കർത്താവേ, അടിയന് പരിജ്ഞാനം ഇല്ലപ്പാ, അങ്ങനെക്ക് പരിജ്ഞാനത്തെ തരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ നാം വായിച്ചത് ഹല്ലേലൂയ, ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ജീവിതത്തിലെ കഷ്ടങ്ങളെ നോക്കി ഒരു സത്യം തിരിച്ചറിയണം. ആമേൻ. പരിജ്ഞാനത്തിന്റെ താക്കോൽ ഞാൻ എടുത്തു കളഞ്ഞു എന്ന് എത്ര പേർക്കത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. പരിജ്ഞാനത്തിന്റെ താക്കോൽ എവിടെ പോയോ അവിടെ കഷ്ടം ആരംഭിക്കും, അവിടെ തകർച്ചയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിജ്ഞാനം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൽ സകലതും കൈവിട്ടു പോയിരും. ദൈവ പൈതലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നീ ജീവിച്ചാൽ ചില കഷ്ടങ്ങളെ നിനക്ക് മറികടക്കുവാൻ കഴിയാതെ വരും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ വചനത്തെ നീ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ എന്ത് ചെയ്യണം? കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പക്ഷേ ലോകം നിന്നെ കൈവിട്ടു എന്ന് വരാം, സ്വന്തങ്ങൾ നിന്റെ മിത്രങ്ങൾ നിന്നെ കൈവിട്ടു എന്ന് വരാം, സ്വന്തം ഭാര്യ പോലും നമ്മളെ വിട്ടെറിഞ്ഞു പോയി എന്ന് വരാം, ഭർത്താവ് നമ്മളെ കൈവിട്ടു എന്ന് വരാം. എന്നാൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന, നിന്നോട് സംസാരിക്കുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ വിടുവിക്കുന്ന, നിന്നെ സകല കഷ്ടത്തിലും നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ തിരുവചനത്തെ ഒന്ന് മുറുകെ പിടിക്ക്. ഹല്ലേലൂയ. കർത്താവ് തന്നെ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നീ മുറുകെ പിടിക്ക്. നിനക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. വലിയ കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ ചിലർ സിമ്പിളായിട്ട് മറുപടി പറയും, ചിലരങ്ങ് ഭയങ്കര ടെൻഷനാകും. ചെറിയ വിഷയമേ, നിസാര വിഷയമായിരിക്കും, ഭയങ്കര ടെൻഷനാകും. പ്രൈസിലോട്ട് ഇരിക്കുന്നവർക്കെല്ലാം ഫോൺ അടിച്ച് എല്ലാവരെയും ആ വിഷയം പറഞ്ഞ് അവരെ കൂടെ ടെൻഷനാക്കുന്ന പലരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവമക്കളെ, പ്രൈസിലോട് പരിജ്ഞാനത്തിന്റെ താക്കോൽ നമ്മളെ വിട്ടുപോയാൽ, കൈവിട്ടു പോയാൽ കുഞ്ഞെ ജീവിതം പാഴായി പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് നേരിടുന്ന കഷ്ടങ്ങളെ നിനക്ക് ഓവർകം ചെയ്യാൻ കഴിയാതെ പോകും എന്നത് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളിലും കഷ്ടങ്ങളിലും ഒക്കെ ആ വചനത്തെ ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് അതേ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, വചനത്തിന്റെ താക്കോൽ ഹല്ലേലൂയ നിന്റെ കൈവശമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ താക്കോൽ നീ എടുത്തു കളഞ്ഞാൽ, പരിജ്ഞാനത്തിന്റെ താക്കോൽ നീ എടുത്തു കളഞ്ഞാൽ, നിന്റെ കൈവശം ഇല്ലാതെ വന്നാൽ, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കഷ്ടകരമായ സാഹചര്യമായിരിക്കും നിന്റെ മുൻപിൽ വന്നു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആമേൻ. ഹല്ലേലൂയ. വലിയ വാഗ്ദത്തമാണത്. കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടന്നുകൊണ്ട് നാം കർത്താവിനോട് നാം യാചിച്ചാൽ, ഹല്ലേലൂയ, ചോദിച്ചാൽ നമുക്കത് കർത്താവ് തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ മാനസാന്തരപ്പെടണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളണം, ഹല്ലേലൂയ, അപ്പം നുറുക്കണം, കൂട്ടായ്മ ആചരിക്കണമെന്ന് വചനം വ്യക്തമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധിയോട് വേർപാടോടുകൂടെ നാം ജീവിക്കുവാൻ മറന്നു പോകരുത്. അല്ലെങ്കിൽ എന്താണ് എന്റെ പ്രിയരെ, മണവാളൻ തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ താമസം വിനാ കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മണവാളൻ തന്റെ സഭയാകുന്ന മണവാട്ടിയെ അഥവാ കാന്തയെ ചേർക്കുവാൻ വരുന്നു പ്രിയരെ. അത് താമസം വിനാ കടന്നു വരും. മണവാട്ടി ആകാശ മണ്ഡലങ്ങളിലേക്ക് പറന്നുയരുന്ന ഒരു നാൾ അതേ പ്രിയരെ സമീപമായിരിക്കുന്നു. വചനത്തിന്റെ പ്രാമിസാണ് ഇതൊക്കെ, വാഗ്ദത്തമാണ്. എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും? വചനത്തിന്റെ മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലേ, വചനത്തിന്റെ താക്കോൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. എത്ര പേർ വചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ സമർപ്പണമുണ്ട്? ചിലർക്ക് എത്ര കണ്ടാൽ, എത്ര പറഞ്ഞാലും പുസ്തകം വായിക്കത്തില്ല. വേദപുസ്തകം വായിക്കാൻ പറഞ്ഞാൽ ആരുടെയെങ്കിലും കയ്യിലോട്ട് ആ പുസ്തകം എടുത്തു കൊടുക്കും, പുസ്തകം വായിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല. ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറയും, ചിവരുന്നോണ്ട് സ്വോത്രം 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 എന്ന് പറയും. എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയല്ല വേണ്ടിയത്. വചനത്തിന്റെ താക്കോൽ, പരിജ്ഞാനത്തിന്റെ താക്കോൽ ദൈവമക്കളെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നിശ്ചയമായി നീ കഷ്ടപ്പെടേണ്ടി വരും, നിന്റെ തലമുറ കഷ്ടപ്പെടേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഒറ്റ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, വചനത്തിന്റെ താക്കോൽ നിന്റെ കൈവശം നഷ്ടപ്പെട്ടു പോയാൽ നീ ചിലതിനെയൊക്കെ മറികടക്കുവാൻ നിനക്ക് കഴിയാതെ പോകും. പ്രൈസ് ദി ലോർഡ്. രാത്രിയുടെ യാമങ്ങളിൽ വചനം വായിക്കണം ദൈവമക്കളെ. ഉറക്കം വരുന്നത് വരെ വായിക്കണം. വായിക്കാൻ പറഞ്ഞ മനോരമയും മാതൃഭൂമിയും ഒന്നും അല്ല വായിക്കാൻ പറയുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർക്ക് ഉറക്കം വന്നില്ലെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? ഉടനെ തന്നെ ബാലരമ എടുത്ത് വായിക്കും, മനോരമ എടുത്ത് വായിക്കും, മാതൃഭൂമി വായിക്കും,
ഓ എന്തെല്ലാം അവർക്ക് പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ കിടപ്പുണ്ട് വായിക്കാൻ. ഹാലലുയ. അതല്ല, ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വചനത്തിന്റെ പരിജ്ഞാനമുള്ളവരായി മാറണം. വചനം എടുത്തു വെച്ച് വായിക്കണം. ഹാലലുയ. അങ്ങനെ വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ കുഞ്ഞേ, ഹാലലുയ, നിന്റെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹാലലുയ, നിനക്ക് വരുന്ന പ്രതികൂലത്തെ നിനക്ക് ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. വചനം പറയുന്നു, ഹാലലുയ, രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. രാപ്പകൽ, രാവും പകലും വ്യത്യാസമില്ലാതെ വചനം വായിക്കുന്നവർ, ധ്യാനിക്കുന്നവരാണ് ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. എത്ര പേർക്ക് വചനം വായിക്കുവാൻ സമർപ്പണമുണ്ട്? ഹാലലുയ. പ്രിയ ദൈവ പൈതലേ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോൽ ഒരു വലിയ ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഇവിടെ അഗാധത്തിന്റെ താക്കോൽ, പ്രൈസ് ദി ലോർഡ്, ഒരു വലിയ ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, അഗാധത്തിന്റെ താക്കോൽ, ദേശാധിപതികളുടെ താക്കോൽ, അന്ധകാരത്തിന്റെ താക്കോൽ. ഇനിയും ഹല്ലേലൂയ, ദൈവ പൈതലേ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ദുഷ്ടശക്തിയുടെ താക്കോൽ നിന്റെ കയ്യിൽ ഇരിക്കത്തില്ല. അതെ, ദൈവത്തിന്റെ ദൂതന്മാർ അഭിഷിക്തന്മാരുടെ കയ്യിലേക്ക്, അവരുടെ കരങ്ങളിൽ ഹല്ലേലൂയ ദൈവം ആമേൻ ആ താക്കോല് കൊടുക്കാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വലം കയ്യിൽ താക്കോൽ, ഇടം കയ്യിൽ ചങ്ങല. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി വരുന്നു. പ്രിയ ദൈവ പൈതലേ, ആമേൻ, ഹല്ലേലൂയ. താക്കോൽ ഇപ്പോൾ അവന്റെ കയ്യില്. പ്രൈസ് ദി ലോർഡ്. ഈ താക്കോൽ ചിലതിനെ പൂട്ടാനാണെന്നുള്ളത് മറന്നു പോകരുത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചിലതിനെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുന്ന ചിലതിനെയൊക്കെ പൂട്ടാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ പറയാറുണ്ട്, എന്താ പറയുന്നത് അറിയാമോ? ഓ, അവരൊക്കെ എന്തെല്ലാം ദുഷ്ടത ചെയ്താലും കർത്താവ് അവരെ അങ്ങ് വിട്ടിരിക്കുക, ദൈവം അവർക്ക് ഒന്നും ചെയ്യത്തില്ല എന്ന് പറയും. കുഞ്ഞേ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കണം. ചിലതിനെ അഴിച്ചു വിട്ടിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? എന്നേക്കുമായി പൂട്ടി വെക്കാനാ കേട്ടോ, പൂട്ടാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, കർത്തൃദിവസത്തിൽ ആത്മവിവശനായിരിക്കുന്ന യോഹന്നാനെ കാണുമ്പോൾ യോഹന്നാൻ കാണുന്ന ഒരു ദർശനമുണ്ട്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ ഹല്ലേലൂയ മാറത്ത പൊൻകച്ച കെട്ടിയവനായി, ഓ പ്രൈസ് ദി ലോർഡ്, തേജോമയനായ ക്രിസ്തു, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ആമേൻ, ഹല്ലേലൂയ. അവന്റെ തലയും മുടിയും തലയും താടിയും ഒക്കെ ഹിമം പോലെ വെളുത്തതെന്ന വചനം വ്യക്തമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, യോഹന്നാന്റെ അടുക്കൽ വന്നപ്പോൾ യോഹന്നാൻ, ആമേൻ, ഹല്ലേലൂയ, എന്താ സംഭവിച്ചെന്നറിയാമോ? താൻ മരിച്ചവനെ പോലെ ആയി എന്ന് വചനം വ്യക്തമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, യോഹന്നാൻ നീ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ നീ ഭയപ്പെടരുത്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവ മക്കളെ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ, ഹല്ലേലൂയ, ഉറച്ച ഒരു നല്ല തീരുമാനം എടുക്കണം. കർത്താവേ, അവിടുത്തെ ഹല്ലേലൂയ താക്കോൽ എന്റെ കൈവശം അങ്ങ് തരണമെങ്കിൽ ഞാൻ എത്രമാത്രം വിശുദ്ധിയോടെ, ഞാൻ എത്രമാത്രം പരിശുദ്ധത്തോടുകൂടെ ജീവിച്ച് ഞാൻ ആ കർത്താവിന്റെ അവകാശമുള്ള മകനായി, അവകാശമുള്ള മകളായി ജീവിച്ചെങ്കിലല്ലേ അത് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുമോ? ഈ പാടിയതും ഈ പ്രാർത്ഥിച്ചതും പ്രസംഗിച്ചതും ഒക്കെ വ്യർത്ഥമായി പോകുകയില്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, ഒരൊറ്റ പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 22-ന്റെ 22-ാമത്തെ വാക്യത്തിൽ അവിടെ മറ്റൊരു താക്കോൽ കാണുന്നു. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും
തുറക്കുകയുമില്ല. ഹല്ലേലൂയ. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ. ഗ്ലോറി. ഹല്ലേലൂയ. ദ നെയിം ഓഫ് ജീസസ്. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ. ഹല്ലേലൂയ. അവന്റെ തോളിൽ ഇരിക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. പ്രൈസ് ടു ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ദാവീദ് ഗൃഹത്തിന്റെ താക്കോലാണ്. പ്രിയ ദൈവമക്കളെ, 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും 4 കൂട്ടം കാര്യം ദൈവം എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന 4 കാര്യങ്ങളെ എടുത്ത് വേറൊരാൾക്ക് കൊടുക്കുകയാണ്. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ, മറ്റൊന്ന് അങ്കി, കച്ച, അധികാരം. ഇങ്ങനെ 4 കാര്യങ്ങളെ എടുത്ത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് കാണുവാൻ കഴിയും. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ഷോർട്ടായിട്ട് പറഞ്ഞു തരാൻ അങ്ങനെ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുകയാണ്, നിന്റെ കയ്യിൽ നിന്ന് അധികാരം അവന് എടുത്തു കൊടുക്കും. നിന്റെ കയ്യിൽ നിന്ന് അധികാരവും അവന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ മുൻപിലുള്ള ഈ നല്ല ഒരു സന്ദർഭമായത് ഇന്ന് വചനം കേട്ട ദൈവമക്കൾ ഹല്ലേലൂയ ഉറപ്പുള്ളവരായിരിക്കണം, പ്രത്യാശയുള്ളവരായിരിക്കണം, നല്ല സമർപ്പണമുള്ളവരായിരിക്കണം, നല്ല തീരുമാനമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കേട്ട വചനത്തിൻപടി നമുക്ക് ജീവിക്കണം ദൈവമക്കളെ. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതാ നമുക്കൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ഹല്ലേലൂയ കർത്താവ് തരാൻ പോകുക. നിന്റെ കൈവശം ഇരുന്നാൽ നിനക്കൊന്നിനും കുറവരത്തില്ല. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ നമ്മുടെ കൈവശം ഇരുന്നാൽ പ്രൈസ് ദി ലോർഡ് നമുക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ ഹൃദയമുള്ളവന്റെ കയ്യിൽ വേണമെന്നേ ആ താക്കോൽ ഇരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഫിലദൽഫിയ സഭയോട് ഹല്ലേലൂയ പറയുന്നൊരു കാര്യമുണ്ട്. യേശു വെളിപ്പെടുത്തുന്നത് ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ കൈവശം ഉള്ളവനോ ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയോ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയോ ചെയ്യുന്നവൻ അരുൾ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും എന്റെ വചനത്തെ കാത്ത് ഭൂതലത്തിൽ എങ്ങുമുള്ള സകലരും പരീക്ഷിക്കപ്പെടുന്ന സമയം ഞാൻ നിന്നെയും കാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. പ്രിയരേ, ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അപ്പന്റെ കയ്യിലാ, മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയരേ, ഹല്ലേലൂയ. നിങ്ങളുടെ കഷ്ട നേരങ്ങളിൽ, പ്രയാസ നേരങ്ങളിൽ യേശുവേ എന്ന് ഉറക്ക വിളിക്കണം, ഉറക്ക വിളിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവേ എന്ന് ഉറക്ക വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ലെന്നേ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ കർത്താവുമായിട്ടൊരു ബന്ധം വേണം, കർത്താവിനോട് സംസാരിക്കണമെന്നേ. ഹല്ലേലൂയ. ഉറക്കം വരുന്നത് വരെ സംസാരിക്കണം. അതെങ്ങനെയാ? ഉറക്കം വരുന്നവരെ ചാറ്റിങ്ങിലല്ലേ? ഫോൺ വന്നപ്പോൾ ഈ ഫോണുമായിട്ടല്ലേ സംസാരമുള്ളൂ. ആരോടും സംസാരിക്കാൻ നേരമില്ല. ഫോണുമായിട്ടുള്ള ബന്ധമാണ് നമുക്കുള്ളത്. പിന്നെ എങ്ങനെയാ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ കുഞ്ഞേ നിന്റെ കൈവശം തരാൻ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന ദൈവം സമൃദ്ധിയായി നിന്നെ അനുഗ്രഹിച്ച് മാനിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അളവില്ലാത്ത നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. എണ്ണമറ്റ ദാനങ്ങളാൽ ദൈവം നമ്മളെ നിറയ്ക്കും. പ്രിയ ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആകയാൽ അനുഗ്രഹത്തിന്റെ താക്കോൽ, ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ, വചനത്തിന്റെ താക്കോൽ, പരിജ്ഞാനത്തിന്റെ താക്കോൽ ദൈവ പൈതലേ ഹല്ലേലൂയ കർത്താവ് നമുക്ക് തരാൻ പോകുകയാണ്. ഇന്ന് ഈ വചനത്തിന് മുൻപിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാട്ടെ.
യേശു നമുക്ക് നൽകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആരും അടയ്ക്കാതെ വണ്ണം നിനക്കായി സകല വഴികളെയും തുറക്കുവാൻ സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കാം. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ ഇന്ന് ഞങ്ങൾ കേട്ടതായി വചനത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. അപ്പ ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ താക്കോൽ, ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ, പരിജ്ഞാനത്തിന്റെ താക്കോൽ, വചനത്തിന്റെ താക്കോൽ കർത്താവേ ഞങ്ങളുടെ കൈവശം അങ്ങ് തരുമാറാകണമേ. ഞങ്ങളുടെ ബുദ്ധിമണ്ഡലത്തോട് അപ്പച്ചൻ ഇടപെട്ടാട്ടെ. ചില സാഹചര്യങ്ങളിൽ പരിജ്ഞാനമില്ലാതെ പോകുന്നത് കൊണ്ട്, ചില സാഹചര്യങ്ങളിൽ വചനം ധ്യാനിക്കാതെ പോകുന്നത് കൊണ്ട്, ചില സാഹചര്യങ്ങളിൽ കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ പോകുന്നത് കൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കുറവുള്ളവരായി കാണപ്പെടുന്നു. യേശുവേ, ഇന്ന് ഞങ്ങൾ കേട്ട ഈ വചനത്തിന്റെ മുൻപിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നപ്പ ഞങ്ങളുടെ ബുദ്ധിയോട് കർത്താവ് ഇടപെടണം. ഞങ്ങളുടെ ഹൃദയങ്ങളോട് അപ്പച്ചൻ ഇടപെടണം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. ഇന്ന് ഈ വചനം കേട്ടവർക്ക് വലിയ അനുഗ്രഹവും വിടുതലുമായി മാറിയെന്ന് വിശ്വസിക്കട്ടെ. അപ്പ അനുഗ്രഹിച്ച് മാനിക്കണം. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയുടെ രക്തം കൊണ്ട് കഴുകി അപ്പച്ചൻ മുദ്രയിട്ടാട്ടെ. സകലരെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് ആരംഭരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ വീണ്ടും അറിയിക്കുന്നു. വളരെ പ്രതികൂലങ്ങളും പ്രകൃതിയുടെയൊക്കെയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചൊക്കെ പ്രോബ്ലം വരുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നെങ്കിലും കർത്താവ് അത്ഭുതകരമായി ആ മെസ്സേജിനെ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആൾക്കാരുടെ കൂട്ടം കുറച്ച് കുറവായിരുന്നാലും കുഴപ്പമില്ല. പിന്നീടാണെങ്കിലും അവർ മെസ്സേജ് കേൾക്കും. പല ഇടങ്ങളിൽ മഴയാണ്, അത് നമുക്കറിയാം. എല്ലായിടത്തും പ്രകൃതിയുടെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നത് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്കതിലൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് അത്ഭുതകരമായി നടത്തിയല്ലോ. ആ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. മാത്രമല്ല, എൻ്റെ ഷോർട്ട് മെസ്സേജസ് ആവശ്യമുള്ളവർ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലിൻ സുരേഷ് ഒഫീഷ്യൽ എന്ന ഒരു അക്കൗണ്ടും റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്ന മറ്റൊരു അക്കൗണ്ടുമുള്ള രണ്ട് യൂട്യൂബ് ചാനൽ നമുക്കുണ്ട്. ദിനംതോറും ആശ്വാസപ്രദമായ വചനം ഞാൻ അവിടെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്കും ശുശ്രൂഷയിൽ കേൾക്കാം, അതിൽ കൊള്ളാവുന്നതാണ് എന്നത് ഞാൻ അറിയിക്കുന്നു. മാത്രമല്ല, ദൈവമക്കളെ, കർത്താവും രാജാതിരാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു. കർത്താവിന്റെ വരവിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം, ഒരുങ്ങാം, ഉണരാം എന്ന ഞാൻ ഓർമ്മിപ്പിക്കാൻ കൂടെ ചെയ്യുകയാണ്. അടുത്ത ആഴ്ചയിൽ കർത്താവിന്റെ വരവ് താമസിച്ച നെക്സ്റ്റ് വീക്ക് രാത്രി 9 മണിയായിരിക്കും എന്നത് ഞാൻ ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരേപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.